ADGP MR അജിത് കുമാർ കുറ്റവിമുക്തൻ. വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ക്ലീൻ ചിറ്റാണ് വിജിലൻസ് കൊടുത്തത്. സ്വത്ത് സമ്പാദന കേസിലാണ് വിജിലൻസിന്റെ ഈ ക്ലീൻ ചിറ്റ്. അതിപ്പോൾ സർക്കാർ അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ റോഷി? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ PV അൻവർ നൽകിയ പരാതിയിലായിരുന്നു വിജിലൻസിന്റെ അന്വേഷണം നടന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് അംഗീകരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, നേരത്തെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ തന്നെ ADGP MR അജിത് കുമാറിന് DGPയെ സ്ഥാനക്കയറ്റം നൽകാനുള്ള നടപടികൾക്ക് വേഗത കൂട്ടാനുള്ള തീരുമാനം സർക്കാർ എടുത്തതാണ്. അങ്ങനെയുള്ള ഒരു അപേക്ഷ അത് അംഗീകാരം നൽകുകയും ചെയ്തതാണ്. ഇനിയിപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള DGP ആരാണെന്ന് തീരുമാനം എടുക്കുന്നതിൻ്റെ തൊട്ടുമുമ്പാണ് വലിയ വിവാദങ്ങൾ. ഈ IPS ഉദ്യോഗസ്ഥന്മാർക്കിടയിലെ ചേരിപ്പോരിനിടയിലാണ് ഇങ്ങനെ ഒരു വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് അത് സർക്കാർ അംഗീകരിക്കുന്നു. ഇപ്പോൾ തന്നെ ADGP MR അജിത് കുമാറിനെതിരെ പുതിയ ഒരു നീക്കം അത് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഉണ്ടായിട്ടുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഓക്കെ റോഷി, ഇതിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ PV അൻവർ അന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനും അപ്പുറത്തേക്കുള്ള വീടാണ് നിർമ്മിക്കുന്നത്. അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങി വിറ്റത് വലിയ ലാഭമുണ്ടാക്കിയിട്ടാണ്, കറൻസിയായിട്ട് പണം വാങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആക്ഷേപിച്ചത്. പക്ഷേ ഈ വിജിലൻസ് അന്വേഷിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ബന്ധു, അതായത് ഭാര്യാപിതാവ് കൊടുത്ത പ്രോപ്പർട്ടിയിലാണ് ആ വീട് വരുന്നത് എന്ന് മനസ്സിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ക്രമക്കേടുകളൊന്നും വിജിലൻസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് MR അജിത് കുമാറിൻ്റെ ആശ്വാസമാവും. നിർവീർ സാഹിബിൻ്റെ മറ്റൊരു റിപ്പോർട്ട് അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ റോഷിപാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MR അജിത് കുമാറിന് ഈ വിജയനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു മൊഴി അത് കുരുക്കായി മാറുമോ എന്നുള്ളതിലാണ്. പക്ഷേ അക്കാര്യത്തിൽ തീരുമാനമായിട്ടുമില്ലെന്ന് തോന്നുന്നു, അല്ലേ? P വിജയൻ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് സുജിത് ദാസ് തന്നോട് പറഞ്ഞു എന്നുള്ള മൊഴി. ഡോക്ടർ അരുൺകുമാർ, അന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസാണ് അന്ന് ADGP ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന MR അജിത് കുമാറിനോട് ഈ കാര്യം പറഞ്ഞു എന്ന് MR അജിത് കുമാർ പോലീസ് മേധാവിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്. P വിജയന് അന്ന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും പക്ഷേ പിന്നീട് പോലീസ് മേധാവി നടത്തിയ പരിശോധനയിൽ അത് തെറ്റാണെന്നും അത് കളവായ മൊഴിയാണെന്ന് കണ്ടെത്തി. അത് P വിജയൻ്റെ പരാതിയെ തുടർന്നാണ് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. അത് സംബന്ധിച്ച് അത് കളവാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് P വിജയൻ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് പോലീസ് മേധാവിയെ. അത് ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഉൾപ്പെടെ P വിജയൻ നടത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് മേധാവി അതിൽ ക്രിമിനലായും സിവിലായും നടപടി MR അജിത് കുമാറിനെതിരെ സ്വീകരിക്കാം എന്ന് ചൂണ്ടിക്കാണിച്ച് ഒരു റിപ്പോർട്ട് അത് സർക്കാരിന് നൽകിയത്. സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്ന്, നേരത്തെ തന്നെ P വിജയനെതിരെ ഒരു നടപടി MR അജിത് കുമാർ എടുത്തിരുന്നു. എലത്തൂർ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട് പ്രതിയെ കൊണ്ടുവരുമ്പോൾ വിവരങ്ങൾ മാധ്യമങ്ങളിൽ ചോർത്തിയെന്ന വിഷയത്തിൽ അന്ന് നടപടിക്ക് വിധേയനായതാണ് P വിജയൻ. ആ വിഷയത്തിലടക്കം P വിജയനും MR അജിത് കുമാറും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉടലെടുത്തതാണ്. അങ്ങനെ ഒരു IPS തലപ്പത്തൊക്കെ ചേരിപ്പോര് കടുക്കുന്ന സമയമാണ്. മാത്രവുമല്ല, MR അജിത് കുമാറിന് എന്നും സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. അതുകൊണ്ട് സമാനമായ രീതിയിൽ തന്നെ ഒരു നടപടി തിരക്കിട്ട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. MR അജിത് കുമാറിനെതിരായിട്ടുള്ള വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് റോഷിപാൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.